IAS പരിശീലന രംഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമൊരുക്കി അമൃത IAS അക്കാദമി. കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഒരാൾക്ക് സൗജന്യ IAS പരിശീലനം നൽകുന്ന എയിം 14 പദ്ധതിയുടെ ഭാഗമായുള്ള അക്കാദമി പ്രവേശന പരീക്ഷ എല്ലാ ജില്ലകളിലെയും അമൃത വിദ്യാലയങ്ങളിൽ നടന്നു. IAS രംഗത്തേക്ക് മികവുറ്റ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പരിശീലന സ്ഥാപനമാണ് അമൃത IAS അക്കാദമി. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IAS അക്കാദമി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ IAS IPS ഓഫീസർമാർ എന്ന ലക്ഷ്യത്തോടെയാണ് എയിം 14 അമൃത സ്കോളർഷിപ്പ് എഴുത്തു പരീക്ഷ സംസ്ഥാന വ്യാപകമായി അമൃത സ്കൂളുകളിൽ നടത്തിയത്. 2016 മാതാമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളോട് തുടങ്ങിയ സ്ഥാപനമാണ് അമൃത IAS അക്കാദമി. കഴിഞ്ഞ 9 വർഷമായി 322 റിസൾട്ട്സ് നമ്മുടെ ക്രെഡിറ്റിലുണ്ട്. ആദ്യമായാണ് ഞങ്ങളൊരു സ്കോളർഷിപ്പ് അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയത്. തിരുവനന്തപുരം ഉൾപ്പെടെ 14 ജില്ലകളിലും അമൃത വിദ്യാലയങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് നടന്നത്. നല്ലൊരു പാർട്ടിസിപ്പേഷനായിരുന്നു ഓൾ ഓവർ കേരള കിട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. മാതാമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രാപ്തരായ എല്ലാ കുട്ടികളിലേക്കും സിവിൽ സർവീസ് പഠനം എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയത്. എഴുത്തു പരീക്ഷയിൽ ഓരോ ജില്ലയിലും ഉന്നത വിജയം നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് അമൃത IAS അക്കാദമിയിൽ പ്രിലിംസ് കം മെയിൻസ് പരിശീലനം സൗജന്യമായിരിക്കും. എല്ലാ ജില്ലകളിലും ഈവൻ ദോ മഴയായിരുന്നെങ്കിലും വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഈ ഒരു ടെസ്റ്റിൽ ഇനി അങ്ങോട്ട് കൂടുതൽ ഇവർക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണോ പ്രോമിസ് ചെയ്തത് ആ ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഇവരെ ഒരു സിവിൽ സർവൻ്റ് ആക്കി ഓരോ ജില്ലയിലും ഒരു സിവിൽ സർവൻ്റ് എന്ന ആ ഒരു മോട്ടോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു വലിയ ചാലഞ്ചാണ് ഞങ്ങളുടെ ഭാഗത്തുള്ളത്. ബട്ട് സ്റ്റിൽ ഞങ്ങളത് ഹാപ്പിലി ആക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട 100% കമ്മിറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് മോഹം നഷ്ടമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് അമൃത IAS അക്കാദമി സ്കോളർഷിപ്പ് നടത്തുന്നതെന്ന് അക്കാദമിക് മാനേജർ മനീഷ് M. നമ്പ്യാർ പറഞ്ഞു. ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് മൂലം ആരും തന്നെ ഒരു സിവിൽ സർവൻ്റ് ആകാനുള്ള ആഗ്രഹം അത് അവരുടെ മനസ്സിൽ മങ്ങിപ്പോരുത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് തീ കൊളുത്താനും അതുപോലെ തന്നെ ഭാവിയിൽ ഒരു IAS IPS അല്ലെങ്കിൽ IFS ഓഫീസറെ ക്രിയേറ്റ് ചെയ്യാനും അമൃത IAS അക്കാദമി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. സ്കോളർഷിപ്പ് പരീക്ഷയിലെ ചോദ്യങ്ങൾ UPSC പരീക്ഷകൾ പോലെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നതാണെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ലൈക്ക് സിവിൽ സർവീസിനെയൊക്കെ നോക്കിക്കാണുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. എനിക്ക് പേഴ്സണലി റീസണിങ് സെക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി. ബാക്കി സെഷൻസൊക്കെ ഐ തിങ്ക് ഐ ഹാഡ് ഡൺ വെൽ. സോ ഈ UPSC മുന്നിൽ കാണുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു അവസരമാണ്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം അതിൻ്റെ ഒരു സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നല്ല കാര്യമാണ്. കാരണം കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീന് വേണ്ടി കാത്തിക്കണവരുണ്ടാവും. അപ്പോൾ ഇത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ കുറച്ച് മീൻസ് എന്താ പറയുക എക്കണോമിക്കലി കുറച്ചും കൂടി തായി നിൽക്കണവർ എന്നാലും നല്ല ആഗ്രഹമുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ സ്കോളർഷിപ്പ് എക്സാം കുറച്ചും കൂടി നല്ല കാര്യം തന്നെയാണ്. ഫോണിനകത്ത് കണ്ടപ്പം ഇത് എഴുതണമെന്ന് തോന്നി, അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വന്ന്. ഇതിനു മുമ്പ് ഞാൻ NDAയുടെ എക്സാമൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ കോച്ചിങ്ങിനെല്ലാം പോകുന്നുണ്ട്. അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എൻ്റെ ഇക്കാമാർ തന്നെ പഠിക്കുന്ന അമൃതയുടെ തന്നെ IT കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അവർ പഠിച്ചിറങ്ങാൻ പോകുന്നത്. രാഷ്ട്രപ്രതിബദ്ധതയോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനാണ് അമൃത എയിം 14 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.